കൃഷ്ണപ്രിയം ഭാഗം 41. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഹണിമൂണിന് പോകേണ്ട സ്ഥലത്ത് ഐവിക്ക് പോകുന്നതിൻ്റെ ആ ഒരു അവസ്ഥ കഷ്ടം തന്നെ. ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചാണ് ഡൽഹി വരെ പോകുന്നത്. അവിടെ നിന്ന് ബസ്സിലാണ്. എന്തായാലും കെട്ടിപ്പെറുക്കി പുറപ്പെട്ടു. കണവൻ പോക്കറ്റ് മണിയൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ കണക്കുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെടാത്തത്. തന്നു കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ അല്ലേ, അതിന് കണക്ക് പറയാൻ പാടുണ്ടോ? ഇതുകൊണ്ട് മാത്രം ഞാൻ പഠിച്ചിറങ്ങിയ പെട്ടെന്ന് ഞാൻ ജോലിക്ക് പോകും. ഇങ്ങേരുടെ ഈ ഭരണം ഒന്ന് അവസാനിപ്പിക്കണം. ഡൽഹിയിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ബസ്സിൽ കയറി. ഒരു ഗൈഡുണ്ട്, ഒരു ഹിന്ദിക്കാരൻ ഭായി. അങ്ങനെ ഞങ്ങളുടെ ബസ് പുറപ്പെട്ടു. രാത്രിയിൽ ഫുള്ള് ബസ്സിൽ തന്നെ. നേരിയ വെട്ടം മുഖത്തടിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. അപ്പോൾ കണ്ട കാഴ്ച, ദൂരെ തല ഉയർത്തി നിൽക്കുന്ന ഹിമവാൻ, റോഡിന്റെ സൈഡിൽ കൂടി ഒഴുകുന്ന ഏതോ ഒരു നദി, മറുഭാഗത്ത് പാറക്കൂട്ടങ്ങൾ. പിന്നെയും മുന്നോട്ട് പോയി. ആ ഭായി പറയുന്നുണ്ടായിരുന്നു ഇത് ബിയാസ് റിവറാണെന്ന്. ഞാൻ നോക്കി. റോഡിന്റെ ഒരു ഭാഗം തകർന്നു കിടക്കുന്നു. ഈശ്വര, ഒരു ഭാഗത്ത് നല്ല അടിപൊളി പ്രകൃതി രമണീയത, ഒരു ഭാഗത്ത് പൊളിഞ്ഞു കിടക്കുന്ന റോഡ്. അങ്ങനെ എല്ലാം കണ്ട് കണ്ട് മണാലി എത്തി. ഹോട്ടലിൽ ചെന്ന് എല്ലാവരും ഫ്രഷ് ആകാൻ പോയി. നല്ല തണുപ്പ്, പല്ലൊക്കെ കൂട്ടിയിടിക്കുന്നു. ഒരു റൂമിൽ 4 പേരാണ്. ഞങ്ങൾ ചെന്ന് ബാഗൊക്കെ വെച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നു. ഇനി പ്രൈവറ്റ് കാറിലാണ് സ്ഥലം കാണാൻ പോകുന്നത്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഓരോ വണ്ടിയിൽ കയറി. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോരാ, അമ്മാതിരി ബ്ലോക്ക്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോ വേണമെങ്കിലും താഴെ പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന റോഡ്. കൂട്ടത്തിലുള്ള ഒരുത്തിയാണെങ്കിൽ പണ്ടിവിടെ റോഡ് തകർന്ന ആറ്റിൽ പോയ ഒരാളുടെ കഥ പറയുക. ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവളെ ചവിട്ടി വെളിയിലിടുമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു. വഴിയിലൊരു കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാർ പോലുമില്ല. ഒടുക്കത്തെ ബ്ലോക്ക്, പിന്നെ ചളി വിളി റോഡും. അങ്ങനെ ഒരുവിധം ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്തെത്തി. വസിഷ്ഠ ടെമ്പിളാണ്. അവിടെ ഒരു കുളമുണ്ട്. നാച്ചുറൽ ചൂടാണ് ആ വെള്ളത്തിന്. വേണമെങ്കിൽ അവിടെ പോയി ഒന്ന് കുളിക്കാം. ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയെന്ന് നോക്കി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ സ്ഥലങ്ങളാണ്. എൻ്റെ അമ്മേ, കണ്ണടിച്ചു പോയി. അവിടെ കുളിച്ചാലേ സ്കിൻ പ്രോബ്ലം എല്ലാം മാറും അത്രേ. കുറെ പെണ്ണുങ്ങൾ നൂൽബന്ധം ഇല്ലാതെ നിന്ന് കുളിക്കുന്നു. പോയ പാടെ ഇറങ്ങിപ്പോന്നു. പിന്നെ പോയത് ഹിഡുംബ ടെമ്പിളിലാണ്. മഹാഭാരതത്തിലെ ഹിഡുംബിയുടെ അമ്പലം. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പോലെയല്ലല്ലോ അവിടെ. കാഴ്ച കാണാം, ഭക്തിയൊന്നും വരില്ല. പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് റൂമിലെത്തി. രാത്രിയിൽ ക്യാമ്പ് ഫയർ ഉണ്ട്. തണുപ്പ് കാരണം നിൽക്കാൻ വയ്യ. പിന്നെ ഒരുവിധം എല്ലാവരും നിന്നു. റൂമിൽ വന്നു കിടന്ന് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരുന്നു. രാവിലെ എഴുന്നേറ്റ് കർട്ടൻ മാറ്റി നോക്കി. ഹോ, ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാ. എല്ലാം മറന്നങ്ങനെ നിന്നു പോകും. എന്താ ഭംഗി. എനിക്ക് ഏട്ടനെ മിസ് ചെയ്തു. ഇപ്പോൾ ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നേൽ ഒരു പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ചിരുന്ന് ഈ കാഴ്ച കാണാമായിരുന്നു. ഒരു പുതുവെള്ളയും മഴയും പാട്ടെങ്കിലും പാടായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് കുറെ ലവ് യു മിസ് യു ഒക്കെ അയച്ചു. അന്ന് നേരെ മഞ്ഞിൽ കളിക്കാനാണ് പോയത്. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിഞ്ഞു. കുറെ കഴിഞ്ഞ് എല്ലാവർക്കും മതിയായി. കൈയൊക്കെ തണുത്തു മരവിച്ചു. പിന്നെ അവിടെ നിന്ന് ചൂട് മാഗിയൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. വൈകുന്നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും സ്വെറ്റർ വാങ്ങി. ഡൽഹിയിൽ ചെന്ന് അടിപൊളി ഷോപ്പിംഗ് നടത്താനുള്ളതാണേ, പൈസ തീർക്കാൻ പറ്റില്ല. അങ്ങനെ പിറ്റേന്ന് അവിടെ നിന്ന് പോന്നു. ഇങ്ങനെയുള്ള സ്ഥലത്ത് ചുമ്മാ വന്നു പോകാൻ കൊള്ളാം. ഞാൻ ശരിക്കും ഏട്ടനെ മിസ് ചെയ്തു. ഫോണിൽ പോലും ഒന്ന് നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. റൂമിൽ എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ മെസ്സേജാണ് ഒരു ആശ്രയം. തിരിച്ച് ചണ്ഡീഗഡ് വഴി ഡൽഹിയിലെത്തി. ഒരു ദിവസം ഡൽഹി ദർശൻ. പിന്നെ നമുക്ക് വേണ്ടത് ഷോപ്പിംഗ് ആണല്ലോ. അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ഐവിയും കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചെത്തി. പിന്നെ ആകെ ബഹളായി. എക്സാം, പ്രൊജക്റ്റ്. അങ്ങനെ കോയമ്പത്തൂർ തന്നെ എനിക്കൊരു കമ്പനിയിൽ കിട്ടി. കോളേജിൽ നിന്ന് ശരിയാക്കി തന്നതാ. ക്ലാസ്സും പ്രൊജക്റ്റും ഒക്കെ ആയി അങ്ങനെ പോയി. കോഴ്സ് കഴിയാറായി. കുറച്ച് ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ വന്നു. ഇവിടെ കിട്ടിയ ഏട്ടൻ്റെ കൂടെ എങ്ങനെ പോകും? ആ മനുഷ്യൻ ഈ പേരും പറഞ്ഞ് ചിലപ്പോൾ കൊണ്ടുപോവില്ല. അങ്ങനെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു. പോകാൻ നേരം സങ്കടമായി. 2 വർഷം അവിടെ തന്നെ ആയിരുന്നല്ലോ. നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി.
പ്രാർത്ഥന പഠിച്ചു, സാരി ഉടുക്കാൻ പഠിച്ചു, തമിഴ് പഠിച്ചു. പൊങ്കലും ടൊമാറ്റോ റോസും വെറുത്തു. അങ്ങനെ തിരിച്ചെന്നെ കൊണ്ടുപോകാൻ ജയൻചേട്ടൻ വന്നു. എല്ലാം കെട്ടിപ്പെറുക്കി തിരിച്ച് നാട്ടിലേക്ക്. ഏട്ടൻ അടുത്ത ആഴ്ച വരും. ഇപ്പൊ പോയിട്ട് 2 വർഷമായല്ലോ. 1 മാസം ലീവുണ്ട്. എന്റെ പോക്കൊന്നും ഒരു തീരുമാനമായില്ല. ജോലി റെഡിയായിട്ട് കൊണ്ടുപോകാന്ന്, ഇല്ലേ വിസിറ്റിംഗ് വിസ എടുത്ത് കൊണ്ടുപോകാന്ന്. എല്ലാം ഇവിടെ വന്നിട്ട് തീരുമാനിക്കുന്ന ഏട്ടൻ പറയുന്നത്. ജയൻചേട്ടന്റെ വീട്ടിലെത്തി. ചേട്ടത്തിയുടെ അമ്മ ഇടയ്ക്ക് എന്നോട് ചോദിക്കും, ഇനി മുതൽ ഇവിടെ തന്നെയാണോ നിൽക്കാൻ പോകുന്നതെന്ന്. അവർക്കെന്തോ പേടി പോലെ. ഞാൻ അവരുടെ മോളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതുപോലെ. ഇത് ചെറിയ വീടല്ലേ, എല്ലാവരും കൂടി എങ്ങനെയാ നിൽക്കുന്നേ? എനിക്ക് ഏട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോയി നിന്നൂടെ? അല്ലെങ്കിൽ വേറെ വീടെടുത്ത് മാറിക്കൂടെ? ഇതൊക്കെയാണ് ചോദ്യം. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഏട്ടൻ 2 ദിവസം കഴിഞ്ഞ് വരും. ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുതിയ 2 അതിഥികൾ, ഏട്ടൻ്റെ അമ്മയും ശ്രീലക്ഷ്മിയും. എനിക്കിവരന്ന് എറണാകുളത്ത് വന്നതാ ഓർമ്മ വന്നത്. ഇനി ആർക്കാണ് പുതിയ കല്യാണാലോചന? ജയൻചേട്ടനായിരിക്കോ? ഞാൻ ചേട്ടത്തിയുടെ കാതിൽ ചോദിച്ചു. നാളെ നിന്റെ കെട്ടിയവൻ വരില്ലേ? അവനായിരിക്കും, ചേട്ടത്തി എന്നോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവരെ അകത്ത് വിളിച്ചിരുത്തി. ചേട്ടത്തി ചായ കൊടുത്തു. ഞാൻ അവിടെ തത്തിക്കളിച്ചിരുന്നു. ഇവളിവിടെ തന്നെയാണോ താമസം? അമ്മ ചോദിച്ചു. അവള് കോഴ്സ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഹരി കൂടെ ഇല്ലാത്തതല്ലേ, അതാ ഇവിടെ നിർത്തിയത്, ചേട്ടത്തി പറഞ്ഞു. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ ഇപ്പൊ തന്നെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അമ്മ പറഞ്ഞു. ആ പറഞ്ഞവരോടെ എന്നോടും ചേട്ടനോടും വന്ന് പറയാൻ പറ. ആ പറഞ്ഞവർക്കുള്ള ഉത്തരം ഞങ്ങൾ കൊടുത്തോളാം. അല്ലേ, നിന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലോടി പെണ്ണേ. എൻ്റെ അമ്മേ, നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? അമ്മ കാര്യം പറഞ്ഞേ. ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞ്. അമ്മ പറയുന്നത് കേട്ട് ശ്രീലക്ഷ്മി പറഞ്ഞു. എന്ത് കാര്യമാണ്? ഞങ്ങൾ പരസ്പരം നോക്കി. ഹരി വരുമ്പോൾ ഇവിടെ നിർത്താനാണ് നിങ്ങളുടെ പ്ലാനെന്ന് ഞാൻ അറിഞ്ഞു. അത് വേണ്ട, അവൻ വന്നു കഴിയുമ്പോഴേ അവൻ്റെ വീട്ടിൽ നിന്നോളൂ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് അവൻ വരുമ്പോൾ അവൻ തീരുമാനിക്കട്ടെ. പിന്നെ അവൻ മാത്രം മതിയോ? അവൻ്റെ ഭാര്യ വേണ്ടേ? ചേട്ടത്തി ചോദിച്ചു. ആ, അവൻ്റെ ഭാര്യയല്ലേ, ഇവളും പോന്നോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, അമ്മ പറഞ്ഞു. ചേട്ടത്തി എന്നെ നോക്കി തലയാട്ടി. ഞാൻ പറ്റില്ല എന്ന രീതിയിൽ മുഖം ചുളിച്ചു. അവനൊരു തെറ്റ് ചെയ്തു. അതിന് ഞങ്ങൾക്ക് അവനോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പിണങ്ങി നിൽക്കാൻ പറ്റുമോ? അവനും എൻ്റെ മകനല്ലേ, അവൻ അങ്ങോട്ട് വരട്ടെ, അമ്മ പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചോ? ചേട്ടത്തി ചോദിച്ചു. അച്ഛന് പ്രശ്നമൊന്നുമില്ല, ശ്രീലക്ഷ്മി പറഞ്ഞു. ഈ പെണ്ണെന്താ മിണ്ടാത്തെ? എൻ്റെ ചെറുക്കനെ കറക്കി എടുത്ത് അവൻ്റെ ചെലവിൽ പുറത്തുപോയി പഠിച്ച് വലിയ പഠിത്തക്കാരിയായെന്നൊക്കെ അറിഞ്ഞ് അവനൊരു പോങ്ങന. വെളിനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ഇവളെ കൊണപ്പെടുത്തുന്നു. പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇനി എന്തായാലും ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് വേണം, അമ്മ പറഞ്ഞു. അതെ, ഇനി അമ്മയുടെ മോനെ ആർക്കും വിട്ടുകൊടുക്കണ്ട കേട്ടോ. ഈ പെണ്ണുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മോൻ ദുബായി പോയത്. അന്ന് നിങ്ങളോട് വന്ന ആധാരം തരുമോയെന്ന് അവൻ കെഞ്ചി ചോദിച്ചല്ലേ, എന്നിട്ട് കൊടുക്കാത്തവരാ ഇപ്പൊ വന്നേക്കുന്നു, ചേട്ടത്തി പറഞ്ഞു. ആ അതെ, അന്ന് ഞങ്ങൾക്ക് കുറച്ച് പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. നീയൊക്കെ കൂടി അവനെ പറഞ്ഞു തിരുത്താതിരുന്നാ മതി, അമ്മ പറഞ്ഞു. പിന്നെയും അമ്മ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അവരിറങ്ങിപ്പോയി. നിന്റെ വായിൽ എന്താ പൂച്ച പെറ്റ് കിടക്കുമായിരുന്നു? അവർ പറഞ്ഞത് കേട്ടില്ലേ? നീ എന്താ ഒന്നും മിണ്ടാതിരുന്നേ? അവര് പോയതും ചേട്ടത്തി എന്നോട് ദേഷ്യത്തിൽ ചോദിച്ചു. മൗനം വിദ്വാനുഭൂഷണം എന്നല്ലേ ചേച്ചി? എനിക്ക് വയ്യ ആ തള്ളയുടെ വായിരിക്കണമെന്നും കേൾക്കാൻ. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോഴാ എനിക്ക് വയ്യ, ഞാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ മോനെ കൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്ക്, ചേട്ടത്തി പറഞ്ഞു. ഇതിലൊന്നും നമുക്ക് ഇടപെടണ്ട, ഏട്ടൻ വന്നിട്ട് തീരുമാനിക്കട്ടെ. എന്തായാലും ഏട്ടൻ 1 മാസമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് പോകുമല്ലോ. എന്നെ കൂടി കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വല്ല ജോലി നോക്കും, ഞാൻ പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, 1 മാസം പോയിട്ട് 1 ദിവസം പോലും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നിനക്ക് എന്തറിയാം? ഒരു മനുഷ്യൻ നിൽക്കോ ആ വീട്ടിൽ? അവൻ പോണേ പോട്ടെ, നീ ഇവിടെ നിന്നാ മതി. അത് കൊള്ളാം. എൻ്റെ കെട്ടിയവൻ 2 വർഷം കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നേ. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാനാ? എനിക്കൊന്നും പറ്റത്തില്ല. പിന്നെ ഞാനും ചേട്ടത്തിയെ അടിപിടിയായി. ഞങ്ങളുടെ ഈ വഴക്കൊക്കെ കാണുമ്പോൾ ചേട്ടത്തിയുടെ അമ്മയുടെ വിചാരം ഞങ്ങൾ സീരിയസ് ആയിട്ട് വഴക്കിടുവാന്ന. ഞങ്ങൾ കളിക്ക് ചെയ്യുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഇതും പറഞ്ഞ് ഞാൻ അവരുടെ വായിരിക്കുന്ന ഡയലോഗുകൾ കേൾക്കണം. എന്തായാലും ഏട്ടൻ വരുമല്ലോ, നോക്കാം. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.